സ്ഥാനാർത്ഥിമാരെല്ലാം രാവിലെ നല്ല ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് എറണാകുളത്തേക്ക് ഒന്ന് പോയി വരാം. അവിടെ ബിനിലുണ്ട്. ബിനിൽ, എന്തൊക്കെയാണ് എറണാകുളത്തു നിന്നുള്ള വർത്തമാനങ്ങൾ? എറണാകുളത്ത് ഒരു അട്ടിമറി ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഹൈബീഡിൻ്റെ ഭൂരിപക്ഷം അത് കുറയാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 60,000-ഓളം വോട്ടുകൾ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9,04,131 വോട്ടുകളാണ് വോട്ടിംഗ് മെഷീനിലുള്ളത്. പോസ്റ്റൽ ബാലറ്റായി 6,902 വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകളാണ് 8 മണിയോടുകൂടി എണ്ണാൻ തുടങ്ങുന്നത്. അവിടെ ഏറ്റവും ശ്രദ്ധയോടുകൂടി എല്ലാവരും കാണുന്നതും ഹൈബീഡൻ ആകാംക്ഷയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്ത് വ്യതിയാനം വരുമെന്നതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു മെച്ചപ്പെട്ടൊരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുന്നത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കെ എസ് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം. കെ എസ് രാധാകൃഷ്ണന് എറണാകുളം ജില്ലയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ പോസ്റ്റൽ ബാലറ്റുകൾ നീക്കിയ ശേഷമുള്ള ബോക്സുകളാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് വോട്ടിംഗ് കൗണ്ടിംഗ് ടേബിളുകളിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കം എത്തിക്കുന്ന തിരക്കിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നു. 5 പോളിംഗ് കൗണ്ടിംഗ് സെൻറ്ററുകളാണ് ഇവിടെയുള്ളത്. ഈ 5 കൗണ്ടിംഗ് സെൻറ്ററുകളിലായിട്ട് ഒരേ സമയം തന്നെ ഈ വോട്ടുകളെല്ലാം തന്നെ എണ്ണും. അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ടുകൾ ഒരേ സമയം എണ്ണുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൂത്ത് തിരിച്ചു വരുന്ന അവസാനത്തെ ഒരു വലിയ മത്സരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഭാഗത്തെയായിരിക്കും വോട്ട് ആ സമയത്ത് എണ്ണുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഒരേ സമയം തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും സാധാരണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ന മേഖലയിൽ നിന്ന് ഇന്ന മേഖലയിലേക്ക് വോട്ടിംഗ് നീങ്ങുമ്പോൾ എന്ന് പറയാറുണ്ട്. ഇത് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് സൈമൾട്ടേനിയസ് ആയിട്ടാണ് എണ്ണുന്നത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിഞ്ഞ തവണത്തേത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും മേഖലകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. റൗണ്ട് വൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ റൗണ്ട് എണ്ണിയപ്പോൾ കഴിഞ്ഞ തവണ ഇത്ര എന്ന് പറയാൻ പറ്റുമെന്നുള്ളതിനപ്പുറത്ത് ഇന്ന സ്ഥലത്ത് നെയ്യാറ്റിൻകരയിലെ വോട്ടാണോ പാറശാലയിലെ വോട്ടാണോ തിരുവനന്തപുരം നഗരത്തിലെ വോട്ടാണോ എന്ന് വേർതിരിച്ച് പറയുക അസാധ്യമാണ്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ട് ഒരേ സമയത്താണ് എണ്ണി തുടങ്ങുക. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വരിക. 8 മണിക്ക് ഇതാ നോക്കൂ, ഇനിയിപ്പോൾ അരമണിക്കൂറിന്റെ ദൂരം മാത്രമേ ഉള്ളൂ, 33 മിനിറ്റിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകളുടെ റേഞ്ച് വളരെ ചെറുതല്ല, 15,000 വരെയാണ്. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും 13,000-നും 15,000-നും ഇടയ്ക്ക് പോസ്റ്റൽ ബാലറ്റുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിൽ വരുന്നത് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള കണക്കാണ്.